ഇന്ന് ഒരല്പം ഞണ്ടാണ് കിട്ടിയത്. അപ്പോൾ അത്ര വലുതൊന്നും അല്ല, അത് ചെറിയ ഞണ്ടായിരുന്നു. പക്ഷേ മോൾക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ചൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അതിൻ്റെ കാലുകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് പുറംകാലൊക്കെ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ രണ്ടായിട്ട് മുറിച്ചെടുത്തത്. ചെറിയ സാധനം ആയതുകൊണ്ട് അതും കൂടി ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ അതെല്ലാം മുറിച്ചിട്ട് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സവാള ചേർക്കാതെ ചെറിയുള്ളി മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഞണ്ട് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇറച്ചിയൊക്കെ ആയിരുന്നാലും നമ്മളിതുപോലെ സവാള ചേർക്കാതെ ചെറിയുള്ളി മാത്രം ചേർത്തിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിനെ ഞാൻ ഇതേപോലെ കല്ലിലൊന്നിട്ട് ചതച്ചെടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരുംജീരകം ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ട് ഞണ്ടും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്തൊന്ന് വേവാനായിട്ട് വെച്ചൊന്ന് വഴറ്റിയെടുത്ത് കേട്ടോ. അപ്പോൾ മാങ്ങയിട്ട ഒരു അയലക്കറിയും കൂടി വയ്ക്കാമെന്ന് വിചാരിച്ച് കറിയെല്ലാം തിളച്ചപ്പോഴേക്കും മീനും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് കറിയെ മാറ്റി വെച്ച് കുറച്ച് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കോവയ്ക്കും കൊച്ചുള്ളിയും ചക്കക്കുരും കൂടി ചേർത്തിട്ട് ഒരു തോരനും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചക്കക്കുരുവൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് വേവുന്ന മരിച്ചിനി ഉണ്ടായിരുന്നു, അതും കൂടി നല്ല രീതിയിലൊന്ന് വേവിച്ച് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡ്രസ്സിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, ചുരിദാറിൻ്റെ ടോപ്പിലായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.